ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ, ഈ ബജറ്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാത്രം തയ്യാറാക്കിയൊരു ബജറ്റാണ് എന്ന ആരോപണം പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ മാത്രം കാണാനാകുമോ? ഇപ്പോൾ പല എക്കണോമിസ്റ്റുകളും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ ഈ ബജറ്റിൽ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നു. എന്തു തോന്നുന്നു ഷാനിമോൾ ഉസ്മാൻ? അല്ല, ഈ ബജറ്റ് സ്വാഭാവികമായും വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ടുള്ളതാണ് എന്ന് ഈ ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ പലതിനെയും അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. തൊഴിലില്ലായ്മയുടെ ഏറ്റവും വലിയ രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ രാജ്യം തൊഴിലില്ലായ്മ കൊണ്ട് സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായകരമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുമെന്ന് കരുതിയവർക്കൊക്കെ ഇപ്പോൾ വീണ്ടും തെറ്റി എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. നമ്മുടെ കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിധി ഉയർത്തുന്നു, വായ്പ നൽകുന്നു. ഇതൊക്കെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതേണ്ടതില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള എനിക്കതിൽ പ്രധാനമായിട്ടും ആദ്യം തന്നെ ഞാൻ പറയേണ്ട വാചകം അതായിരുന്നു. ഇത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2 അക്കത്തിലേക്ക് GDP എത്തിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള സബ്കേ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞകാല ബഡ്ജറ്റുകളുടെ ഒരു ഓഡിറ്റിങ് നടത്തിയിട്ട് വേണം ഈ ബജറ്റിനെ വിലയിരുത്താൻ. അതിപ്പോൾ ഇപ്പോഴെന്നല്ല, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ വേണം. ഓരോ സമയത്തും വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരുപാട് പോപ്പുലിസ്റ്റ് പ്രോഗ്രാം പ്രഖ്യാപിക്കും. പക്ഷെ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? കോവിഡ് വന്നു, സ്വാഭാവികമായും കോവിഡുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രതിസന്ധികളുണ്ടായി. അതിനെ നമുക്ക് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും അതൊക്കെ തന്നെ കടലാസിൽ നിലകൊള്ളുന്ന ഒരു അവസ്ഥ വിശേഷം നമ്മുടെ നാട്ടിലുണ്ട്. ഒന്നും വേണ്ട, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരു രൂപ മാറ്റിവെക്കാൻ. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് പറഞ്ഞോ? ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂടുതൽ പണം കൊടുക്കുമ്പോൾ തന്നെ രാജ്യത്ത് സാധാരണക്കാരുടെ കൈകളിലേക്ക് പണം വരികയാണ്. അപ്പോൾ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി UPA ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ അതിനെ ഞെക്കിക്കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ ഏറെക്കാലമായി തുടങ്ങി. ഒരു വേള ഈ തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായിട്ടും അങ്ങ് പിൻവലിക്കും, അതില്ലാതെയാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ വരെ പല കോണുകൾ നമ്മൾ കേൾക്കാനിട വന്നു. അപ്പോൾ ഇപ്പോഴും സത്യത്തിൽ ഇവിടുത്തെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ഈ നിലവിലുള്ള ഏറ്റവും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതിന് കൂടുതൽ പണം മാറ്റിവെച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടക്കുന്നുണ്ടോ? ഷാനിമോൾ ഉസ്മാൻ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം.